തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ് കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ. അതിന് കൃത്യമായ കാരണവുമുണ്ട്. എന്നാൽ ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ തങ്ങൾക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന ചിന്താഗതിയുള്ള നേതാക്കളും ഇതിനകത്തുണ്ട്. ഇടതുപക്ഷം വലിയ രീതിയിൽ തിരിച്ചുവരവ് നടത്തും എന്ന പ്രതീക്ഷയാണ് കേരള കോൺഗ്രസ് എം പങ്കുവയ്ക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിനെ വീണ്ടും അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ 2024 ലോക്സഭയിൽ വലിയ മുന്നേറ്റം UDF നടത്തിയെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ മാറി മറിയും എന്ന കണക്കൂട്ടലാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ പറയുന്നത്. തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അസ്വാരസ്യത്തിലാണെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കിട്ടുന്നതോടുകൂടി തിരികെ വരാം എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇനി പരാജയം രുചിക്കാൻ തങ്ങൾ തൽപരരല്ല എന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും അതുപോലെ തന്നെ ജോബ് മൈക്കിളുമൊക്കെ തുറന്നടിച്ചിരിക്കുകയാണ്. നിലവിൽ പൂഞ്ഞാർ MLA ആണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി MLA ആണ് ജോബ് മൈക്കിൾ. ഇരുവരും PJ ജോസഫിനെ കണ്ട് അവരവരുടേതായ പ്രശ്നങ്ങൾ കൃത്യമായി പറഞ്ഞ് UDFിലേക്ക് ചേക്കേറാൻ വലിയ രീതിയിൽ തൽപരരാണ് എന്ന് വ്യക്തം. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനകത്ത് നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭയിൽ അവർ ചോദിക്കുന്ന അത്ര സീറ്റുകൾ കിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വലിയ അവഗണനയായിരിക്കും ലഭിക്കുക എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് ഉള്ളത്. അത് ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനാണ്. എന്നാൽ റോഷിക്കും കാര്യമായി LDFുമായി സഹകരിക്കാൻ പ്രത്യേകമായ താല്പര്യമൊന്നുമില്ല. അതിന് കാരണമാകുന്ന ഇടുക്കി ജില്ലയിൽ CPIM നേതാക്കൾ പരസ്യമായി റോഷിക്കെതിരെ വന്നതുകൊണ്ട് തന്നെയാണ്. റോഷി ഒരു കഴിവുകെട്ട മന്ത്രിയാണ് എന്ന രീതിയിലാണ് CPIM നേതാക്കൾ പരസ്യമായി അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നത്. CV വർഗീസാണ് ഇടുക്കിയിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന് മുന്നണിയിൽ ശക്തമായി തന്നെ പറയുന്നവർ നിരവധിയാണ്. എന്നാൽ PJ ജോസഫ് നേതൃത്വം നൽകുന്ന ജോസഫ് ഗ്രൂപ്പിനെ കോൺഗ്രസിൽ കൂടുതൽ ശക്തിയുള്ളതാക്കാൻ അവർക്ക് ചുരുക്കം നാളുകൾ കൊണ്ട് തന്നെ കഴിയുന്നു എന്നതാണ് സത്യം. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാകുന്ന രീതിയിലേക്ക് കേരള കോൺഗ്രസ് എം ഇതുവരെയും സംഘടനാ തലത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ള രീതിയാണ്. നമുക്കറിയാം, UDFുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ KM മാണി തന്നെയാണ് ചരൽക്കുന്നിലെ യോഗത്തിൽ തീരുമാനിച്ചത്. അതിനുശേഷം പ്രത്യേക ബ്ലോക്കായാണ് നിയമസഭയിൽ ഇരുന്നത്. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF പാളയത്തിൽ നിന്ന് വിട്ട് ഇടതുപക്ഷത്തിലേക്ക് വന്നാണ് ജോസ് കെ മാണി മത്സരിച്ചത്. ഇത്രയും നാളും പാലാ സീറ്റ് ഇടതുപക്ഷം മാണി സി കാപ്പന് നൽകിക്കൊണ്ടിരുന്നെങ്കിൽ മാണി സി കാപ്പൻ പെട്ടെന്ന് മുന്നണി മാറ്റം താല്പര്യപ്പെട്ട് വന്ന് ആ മുന്നണിയിൽ നിന്നുകൊണ്ട് 16,000-ലേറെ വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം UDFിന് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കിയാണ് പല നേതാക്കളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തന്നെ ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാതെ അങ്ങോട്ടേക്ക് മാറാൻ കേരള കോൺഗ്രസ് എമ്മിലെ ചില വിമത നേതാക്കൾ തയ്യാറാകുന്നത്.